ഒരു കാര്യം ചോദിച്ചോട്ടെ, ടീച്ചർ ഇപ്പോൾ ചെയ്യുന്ന റീൽസ് ഒക്കെ ഭയങ്കര ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. അത് ശരിക്കും ആ റീൽസ് ഉണ്ടാവുന്ന എങ്ങനെയാ, കണ്ടന്റ് ഉണ്ടാവുന്നത് ത്രൂ ലൈഫ് എക്സ്പീരിയൻസ് ആണോ? എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറയുന്നത്, അല്ലാതെ കാണാതെ പഠിച്ച് ഒരു സംഭവം അതിൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഞാൻ കടന്നു വന്നത്. അതായത് സ്നേഹം കിട്ടാത്തതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹം കിട്ടാത്ത, സ്നേഹങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ് ഈ ഉദ്ദേശിക്കുന്നുള്ള സ്നേഹം? കെയറിങ്. എനിക്ക് ഞാനായിട്ടിരിക്കണം. അത് ഞാൻ എപ്പോഴും ആ ഒരു 10 വയസ്സുകാരിയിൽ സ്റ്റക്കാണ് ചേച്ചി. അവിടുന്ന് വളർന്നില്ല. നമ്മളൊരു കുട്ടിയായിട്ട് കാണുന്ന, അതാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. നമ്മളെപ്പോഴും കെയർ ചെയ്യുന്ന, അതായത് നമുക്ക് എന്തും ചെയ്യാം, അതായത് ആ ഫ്രീഡം. അപ്പൊ അത് കിട്ടാതാവുമ്പോ നമുക്ക് ആരൊക്കെയാണോ നമ്മളെ നോ നോ എന്ന് പറയുമ്പോ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ, ആ ഒരു ചിന്തയാണ്. എനിക്കും ചെയ്യണം, ഞാനും ചെയ്യും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ഈ മറ്റേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചില സാധനങ്ങൾ വേണ്ടി നിലത്ത് കിടന്ന് ഉരുളെന്ന് കണ്ടിട്ടില്ലേ? ആ ഉരുളുന്ന കുട്ടീനെ ഒന്ന് സ്നേഹത്തോടു കൂടി പിടിച്ച് അടുത്തോട്ട് വിളിച്ചിട്ട്, കുട്ടാ അമ്മയുടെ കയ്യിൽ കാശിലടാ, അടുത്ത തവണ വാങ്ങിത്തരാന്ന് പറഞ്ഞൊക്കെ എന്ത് സ്നേഹമായിട്ട് ആ കുഞ്ഞ് നമ്മുടെ കൂടെ വരും. അതല്ലാതെ വാങ്ങിത്തരില്ല, അവിടെ കിടന്ന് നീ കരയും, നീ അവിടെ കിടന്ന് ചാവട്ടെ എന്ന് പറയുമ്പോ ആഹാ, അന്ന് പിന്നെ നാട്ടുകാർ മൊത്തം കാണുന്ന പോലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു രീതിയുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും അതുകൊണ്ട് എൻ്റെ 2 മക്കള്, മൂത്ത മോൾക്ക് 21 വയസ്സാണ് അപർണ, രണ്ടാമത്തെ മോള് അർച്ചന 11 വയസ്സ്. അവർ 2 പേര് ഞാൻ തല്ലില്ല, ചീത്ത പറയില്ല. അവരെ ഞാൻ അങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കുക.